കേസിലെ പിന്നീട് തിരുത്തി പറഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും UDF കൺവീനറുടെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ ഒരു പ്രതികരണം വരാൻ പാടില്ലാത്തതായിരുന്നില്ലേ? അത് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, വരാൻ പാടില്ലാത്തത് തന്നെയായിരുന്നു. അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു അത് മുഴുവനായിട്ടും നിങ്ങൾ പ്രസിദ്ധീകരിച്ചില്ല, അദ്ദേഹം പറഞ്ഞത് വേറെ അർത്ഥത്തിലാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹമായിട്ട് ചർച്ച നടത്തി. അദ്ദേഹം KPCCയുടെ തീരുമാനമാണ് പാർട്ടി തീരുമാനം എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഒരു വിമർശനം എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാട് അങ്ങനെയാണ്. ഇല്ലില്ല, ഞാൻ അദ്ദേഹമായിട്ട് ആലോചിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ തീരുമാനം. അദ്ദേഹം ഉൾപ്പെടെ മുതിർന്ന നേതാക്കന്മാരെല്ലാവരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തി. അദ്ദേഹം അതിനെ സ്വാഗതം ചെയ്യുക ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പുറത്താക്കുമ്പോൾ ബാധ്യതയൊന്നുമില്ല, പക്ഷേ രാഹുലിനെ പിടിക്കാത്ത സർക്കാരിനെ പിടിച്ചതാണ് കോടതിയും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നിപ്പം നോക്കാം നമുക്ക്. ഞാൻ അതിൽ കമന്റിന്റെ ആവശ്യമില്ല. അതല്ല വിഷയം. ഞാനത് പുറത്താക്കിയ ആളെ കുറിച്ച് ഞാനിപ്പോ പരാമർശിക്കണില്ല. മുഖ്യമന്ത്രി പറഞ്ഞ പോലെയല്ല, ശബരിമല കേസ് കോടതിയിലായതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞതല്ല. മുഖ്യമന്ത്രി എന്താ പറഞ്ഞ, ശബരിമല പ്രതികൾക്കെതിരെ പാർട്ടി നടപടിയെടുക്കുമെന്ന് ചോദിച്ചു. മുഖ്യമന്ത്രി എന്താ പറഞ്ഞ, കോടതിയിലുള്ള വിഷയമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇത് പാർട്ടിയിൽ നിന്ന് പുറത്തായ വ്യക്തിയുടെ കാര്യം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, പറയാൻ ബാധ്യസ്ഥനല്ലെന്നോ. രാഹുലിനെതിരെ വന്ന പരാതിയില് രണ്ടാമത്തെ പരാതിയിൽ വളരെ പെട്ടെന്ന് തന്നെ പരാതിക്കാരുടെ കേസ് പോയി. അതേപോലെ തന്നെ TT കുഞ്ഞുമുതലേ ഒരു പരാതി വന്നപ്പോൾ മുഖ്യമന്ത്രി അതിൽ കാലതാമസം വരുത്തിയെന്ന് പല CPM അനുഭാവികളുടെയും പേരിൽ ഇത്തരത്തിൽ ഉയർന്നു വന്ന കേസുകളിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടിയും ഗവൺമെന്റും സ്വീകരിച്ചത്. അത് പ്രകടമാണ്. ഞങ്ങളങ്ങനെയല്ല, മാതൃകാപരമാണ്. അതാണ് വ്യത്യാസം. ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് പോളിംഗിന്റെ ഇങ്ങനെ മുത്തങ്ങത്തിൽ നിൽക്കുമ്പോഴാണ് അടുപ്രകാശ് അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞത്. നിൽക്കുമ്പോഴാണ് അത് കറക്റ്റ് ചെയ്തത്. അത് ഏതെങ്കിലും തരത്തിൽ ഈ വോട്ടർമാരെ സ്വാധീനിക്കാനുണ്ടോ? ഒരു സാധ്യതയുണ്ടോ? അത് നിങ്ങളെ ആഗ്രഹവും നടപ്പാവില്ല. അല്ല, അതൊക്കെ ഉണ്ടെങ്കിൽ വോട്ടർമാര് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനും AICC ഭാരവാഹികളും എല്ലാവരും ചേർന്ന് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം KPC ഓഫീസിൽ വന്ന് ഞങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. KPCC ഓഫീസിൽ തന്നെ വാർത്താ സമ്മേളനം നടത്തി വാർത്താ മാധ്യമങ്ങളോട് നിങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണോ? ഞങ്ങൾ ചർച്ച നടത്തിയിട്ട ചർച്ച നടത്തി. അതിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി. അദ്ദേഹം എന്തോ തിരിച്ചടിയല്ലല്ലോ, അത് തിരുത്തേണ്ടത് ആവശ്യമാണെന്ന് കണ്ടു. തെരഞ്ഞെടുപ്പിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ലോ ഞങ്ങൾ നിലപാടെടുത്തത്. അതൊക്കെ ജനങ്ങൾക്കറിയാലോ. തിരുത്തേണ്ടതാണെന്ന് മനസ്സിലാക്കി തിരുത്തി.